കുറ്റിപ്പുറത്ത് നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. നജീബ് എന്നാണ് അയാളുടെ പേര്. നജീബ് കുറ്റിപ്പുറം എന്നാണ്. ഒരു മനുഷ്യനല്ല, ഒരു പ്രസ്ഥാനമാണ്. ഒരു മനുഷ്യനല്ല, ഒരു പ്രസ്ഥാനമാണ്. അദ്ദേഹം പറഞ്ഞൊരു സംഭവം ഇങ്ങനെയാണ്. കേരളത്തിലെ വളരെ പ്രശസ്തനായൊരു കവി ഉണ്ടായിരുന്നു. ആൾ മരിച്ചുപോയി. വളരെ പ്രതിഭാശാലിയായ കവിയാണ്. അടിപൊളി കവിതകൾ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ അങ്ങേയറ്റം സത്യസന്ധനായൊരു മനുഷ്യനുമാണ്. അതിനൊരു ഉദാഹരണം നജീബ് പറഞ്ഞത് ഇങ്ങനെയാണ്. ഇയാൾ നന്നായിട്ട് മദ്യപിക്കും. കയ്യിലെന്താണോ കിട്ടുന്നത് അതുകൊണ്ട് മദ്യപിക്കും. പിന്നെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ആരുടെ അടുത്തെങ്കിലും കടം വാങ്ങിയിട്ടെങ്കിലും മദ്യപിക്കും. ഒരു ദിവസം കോഴിക്കോട് വെച്ച് നജീബ് കയെ കണ്ടപ്പോൾ നജീബ് കയോട് കടം ചോദിച്ചു. അപ്പോൾ നജീബ് കയ്യിലുള്ള എന്തോ ഒരു പൈസ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. പക്ഷെ ആ സമയത്ത് നജീബ് ഒരു കാര്യം പറഞ്ഞു. ലൂയി പാപ്പ എന്നാണ് വിളിക്കുക. ലൂയി പാപ്പ, ഇതുകൊണ്ട് നിങ്ങൾ കള്ള് കുടിക്കുകയാണ് എങ്കിൽ എനിക്കത് സന്തോഷമുണ്ടാവാത്ത കാര്യമായിരിക്കും. അത്രേ പറഞ്ഞുള്ളൂ. പക്ഷെ ഇയാളെന്താ ചെയ്തതെന്നറിയോ? ഇയാളെ പൈസ തിരിച്ചു കൊടുത്ത് എന്നിട്ട് പറഞ്ഞു, നജീബേ, നിന്നെ എനിക്ക് വഞ്ചിക്കാൻ പറ്റില്ലടാ. ഇതാണ് മനുഷ്യൻ. ഇനി ഈ മനുഷ്യനെ കുറിച്ചാണ് ഒരു കാര്യം പറയുന്നത്. അത്രയും ഇൻ്റലക്ച്വലി ക്ലാരിറ്റി ഉള്ളൊരു മനുഷ്യനാണ്. ഇമോഷണലി ഹൈജീനിക്കായ മനുഷ്യനാണ്. അപ്പം ഇദ്ദേഹം കുടുംബത്തോടൊക്കെ തെറ്റി, ഭാര്യയോടൊക്കെ തെറ്റി ഒരു ദിവസം കോഴിക്കോട് വന്നിട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് എന്തോ വയ്യാതായി അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. അപ്പം മെഡിക്കൽ കോളേജിൻ്റെ തറയിലാണ് കിടക്കുന്നത്. അപ്പം ഇത് ആരോ അറിഞ്ഞ് നജീബ് കയെ വിളിച്ചിട്ട് പറഞ്ഞു, നജീബ് കാ, ലൂയി പാപ്പ ഇങ്ങനെ തറയിൽ കിടക്കുന്നുണ്ട് മെഡിക്കൽ കോളേജിൽ, നമുക്കൊരു നല്ല ഹോസ്പിറ്റലിലേക്ക് മാറ്റിയാലോ. ഉടനെ നജീബ് അവിടെ എത്തുന്നു, നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു. കുറേ ദിവസത്തെ ചികിത്സകൾക്ക് ശേഷം ആൾ ഓക്കെ ആവുന്നു. ഓക്കെ ആയപ്പോൾ നജീബ് പറഞ്ഞു, ഇനി എവിടെയും പോണ്ട, എൻ്റെ വീട്ടിലേക്ക് വരണം. അങ്ങനെ കുറ്റിപ്പുറത്ത് പുഴയുടെ അടുത്തുള്ള നജീബിയുടെ വീട്ടിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്നു. അതിൻ്റെ വീടിനോട് ചേർന്നൊരു ഔട്ട് ഹൗസ് ഉണ്ട്, അവിടെ താമസിപ്പിക്കുന്നു. കുട്ടികളുടെ കൂടെ കളിക്കുന്നു, എല്ലാവരുടെ കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. അതിരാവിലെ എഴുന്നേൽക്കുന്നു, വ്യായാമം ചെയ്യുന്നു, ഓരോ കളികളിൽ ഏർപ്പെടുന്നു, ഉമ്മായുടെ കൂടെ മടിയിൽ കിടക്കുന്നു. അങ്ങനെ 2 മാസം. അങ്ങനെ ആളവിടുന്ന് പോയി. അവിടുന്ന് പോയതിന് ശേഷം കുറച്ച് കാലം കഴിഞ്ഞ് ആള് നജീബ് കയെ വിളിക്കുന്നുണ്ട്. വിളിക്കുന്നത് ഭാര്യയുടെ ഫോണിൽ നിന്നാണ് കേട്ടോ. ആരോട് തെറ്റിയിട്ടാണ് കോഴിക്കോട്ടേക്ക് വന്നിരുന്നത്? ഈ ആളോട് തെറ്റിയിട്ടാണ്. ഭാര്യയുടെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് നജീബ് കയോട് പറഞ്ഞത് ഇങ്ങനെയാണ്, എടാ നജീബേ, കള്ള് കുടിച്ചിട്ട് ഇന്നേക്ക് 100 ദിവസമായടാ എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള ലഹരി എന്താണ് എന്ന് അറിയാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 100 ദിവസമായടാ എന്നാണ്. പ്രിയപ്പെട്ടവളെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നതിൻ്റെ ലഹരി എന്താണ്? അമ്മയുടെ മടിയിൽ കിടന്നുറങ്ങുന്നതിൻ്റെ ലഹരി എന്താണ്? മക്കളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ലഹരി എന്താണ്? കുടുംബത്തിൻ്റെ കൂടെ കഞ്ഞി കുടിച്ചിരിക്കുന്നതിൻ്റെ ലഹരി എന്താണ്? ചങ്ങാതിമാരുടെ കൂടെ കള്ള് കുടിക്കുമ്പോൾ മാത്രമല്ല, കുടുംബത്തിൻ്റെ കൂടെ കഞ്ഞി കുടിക്കുമ്പോഴും ആ സാധനം കിട്ടുമെന്ന് ലൂയി പാപ്പാക്ക് മനസ്സിലായിട്ട് 100 ദിവസമായി. നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയത് എന്തിനായിരിക്കും? നമ്മുടെ ചില ആശങ്കകൾ ഇങ്ങനെ പറയാനായിരിക്കും. ഞാനത് പറയുന്നില്ല. നെഗറ്റീവായ ഒരു കാര്യവും പറയാതെ, സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ പറയാതെ വേറെ ചില കാര്യങ്ങൾ പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നെഗറ്റീവായ ഒരു കാര്യവും പറയാതിരിക്കാനാണ് ശ്രദ്ധിക്കുന്നത്. ശരിക്കൊരു ഈ അഡിക്ഷൻ എന്ന് നമ്മൾ പറയില്ലേ, അഡിക്ഷൻ, അതൊരു മോശം കാര്യമാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
സാധാരണ അതൊരു നെഗറ്റീവ് മീനിങ്ങിലാണ് പറയുക, അല്ലേ? സത്യത്തിൽ അത് നെഗറ്റീവ് മീനിങ്ങിൽ മാത്രമുള്ളൊരു കാര്യമാണോ? അല്ല. ഇത് മനുഷ്യന് സ്വാഭാവികമായും ഇതുണ്ട്. എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ തടവിലായി പോവുക. തടവിലാവുക എന്നാണ് ശരിക്കും അഡിക്ഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഈ റോമൻ നിയമത്തിൽ ഒരാളെ ജയിലിൽ അടക്കുന്നതിന് ഉപയോഗിക്കുന്ന വാക്ക് അയാൾ നിയമത്തിന് അഡിക്റ്റഡ് ആവുക എന്നാണ്. ഓക്കെ, തടവിലാകുന്ന ഒരനുഭവമാണ് അഡിക്ഷൻ. അതെന്തു ആവാം? ചില മനുഷ്യന്മാരുടെ തടവിലാവും നമ്മൾ. പ്രണയം മനുഷ്യന് പലപ്പോഴും ഒരു തടവറ പോലെയാണ്. നമ്മുടെ ഊർജം മുഴുവൻ ഊറ്റിയെടുക്കും. ഊറ്റിയെടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ കൊടുക്കുകയും ചെയ്യും. അതാണ്, ഊറ്റിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ സന്തോഷത്തോടെ കൊടുക്കും അത്. അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങളുടെ തടവിലായി പോവുക എന്നുള്ളത് മനുഷ്യന് സ്വാഭാവികമായ ഒരു പ്രകൃതിയാണ് മനുഷ്യൻ്റെ. അതുകൊണ്ടാണ് പ്രവാചക തിരുമേനിയുടെ ഹബീബായ റസൂലുള്ളാഹിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ, അവരിൽ പല ആളുകളും ആൽക്കഹോളിക്കായ ആളുകളായിരുന്നു. ആൽക്കഹോളിക്കായ ആളുകൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, കള്ള് കിട്ടിയിട്ടില്ലെങ്കിൽ ശരീരം വിറക്കുന്ന ആളുകളായിരുന്നു. അവരെ ഇങ്ങനെ പതുക്കെ പതുക്കെയാണ് കേട്ടോ അതിൽ നിന്നും മോചിപ്പിച്ചത്. ഒറ്റയടിക്ക് നിങ്ങളിത് കുടിക്കരുത് എന്നല്ല പറഞ്ഞ, പതുക്കെ പതുക്കെയാണ്. ആദ്യം പറഞ്ഞു, നിങ്ങൾ ഈ കള്ളു കുടിച്ചുകൊണ്ട് നിസ്കരിക്കാൻ വരരുത് എന്ന് പറഞ്ഞു. നിസ്കരിക്കരുത്, കാരണം പറയണ കാര്യം എന്താണെന്ന് മനസ്സിലാവില്ല. പറയണ കാര്യം എന്താണ് എന്ന് മനസ്സിലാകാതെ കള്ളു കുടിക്കാതെ നിസ്കരിച്ചിട്ടും കാര്യമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളീ പറയണ കാര്യമില്ലേ നിസ്കരിക്കുമ്പോൾ, അതെന്താണെന്ന് ഒരാൾക്ക് മനസ്സിലാവണമെന്നാണ്. കള്ള് കുടിച്ചിട്ടില്ലെങ്കിലും മനസ്സിലാവണം. അത് വെറുതെ അറബി വാക്കുകൾ പറയാനുള്ളതല്ല, എന്താണ് ഈ പറയണതെന്ന് ഒരാൾക്ക് മനസ്സിലാവണമെന്ന്. അപ്പോൾ പതുക്കെ പതുക്കെ അവർ അതിനെ ഇങ്ങനെ നിയന്ത്രിക്കേണ്ട ആവശ്യം വന്ന്. കാരണം 5 നേരം നിസ്കരിക്കണ്ടേ, 5 നേരം നിസ്കരിക്കണമല്ലോ. അപ്പോൾ ഒരു പ്രാവശ്യം ഇത് കുടിച്ചതിന് ശേഷം അതിൻ്റെ ആ ഡ്യൂറേഷനിൽ അവരിങ്ങനെ വ്യത്യാസം വരുത്താൻ തുടങ്ങി. അതിൻ്റെ മുമ്പ് അവരോട് പറഞ്ഞത് ഇതിൽ കുറേ നന്മകളൊക്കെ ഉണ്ട്. ചികിത്സയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾക്കൊക്കെ മദ്യത്തിൻ്റെ ആവശ്യം ഉണ്ടാവാം, പക്ഷെ അതിലേറെ അതുകൊണ്ട് കുഴപ്പങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അവരോട് അതിനോടുള്ള അനിഷ്ടം ഇങ്ങനെ ഉണ്ടാക്കി പതുക്കെ പതുക്കെയാണ് ഈ രണ്ടാമത്തെ കാര്യം പറഞ്ഞ സമയത്താണ് ഖലീഫയായി പിന്നീട് മാറിയ ഉമർ ഒക്കെ ഇത് നിർത്തുന്നത്. ആലോചിക്കേണ്ട കാര്യം എന്താ പറയുക, അതുവരെ ഇതൊരു ശീലമാക്കിയിരുന്ന ആളുകളായിരുന്നു അവർ എന്നുള്ളതാണ്. ഞാൻ പറയണ വിഷയം അതല്ല. ഇതേ ആളുകൾ പിന്നെ ആരായി തീർന്നു എന്നാണ്. ഒരു നേരത്തെ ജമാഅത്ത് നിസ്കാരം, പള്ളിയിലെ സംഘനിസ്കാരം ഒരു സമയത്ത് നഷ്ടപ്പെട്ടു പോയാൽ, പള്ളിയിലേക്ക് വരുമ്പോഴേക്ക് നിസ്കാരം തീർന്നു പോയാൽ പള്ളിമൂലയിലിരുന്ന് കരയുന്നവരായി മാറി ഇവർ. ഒരു നേരം മദ്യം കിട്ടിയിട്ടില്ലെങ്കിൽ ശരീരം വരച്ചിരുന്ന മനുഷ്യര്, ഒരു നേരത്തെ സംഘനിസ്കാരം നഷ്ടപ്പെട്ടാൽ പള്ളിമൂലയിലിരുന്ന് ഒരു കുഞ്ഞിനെ പോലെ തേങ്ങുന്ന മനുഷ്യരായിട്ട് മാറി. രണ്ടും അഡിക്ഷനാണ്. മനുഷ്യൻ്റെ ഉള്ളിലെ ഈ സ്വാഭാവികമായ ഈ ഒരു പ്രകൃതത്തെ എന്ത് ചെയ്തു പടച്ചവൻ? ഏറ്റവും ഭംഗിയുള്ള ഒരു കാര്യത്തിലേക്ക് കൊണ്ടുപോയിട്ട് നിക്ഷേപിച്ചു. മലയാളത്തിൽ വളരെ പ്രസിദ്ധമായൊരു നോവലുണ്ട്. ആ നോവലിൻ്റെ പേര് ഗോവർദ്ധൻ്റെ യാത്രകൾ എന്നാണ്. വായിച്ച ആരെങ്കിലും ഉണ്ടോ ഇതിൽ? എന്താ വായിച്ചിട്ടുണ്ടല്ലേ? ആനന്ദ് എഴുതിയിട്ടുള്ള നോവലാണ്. അടിപൊളി നോവലാണ് കേട്ടോ. അതിൽ 2 അടിമകളുടെ കഥ പറയുന്നുണ്ട്. ഒന്ന് ഈ ഗോവർദ്ധനാണ്, ഒന്ന് അലി എന്ന വേറൊരാളാണ്. ഈ 2 ആളുകളും അടിമകളാണ്. അടിമകളായി ജീവിച്ച ആൾക്കാരാണ്. ഒരു ദിവസം അവരുടെ യജമാനൻ മോചിപ്പിച്ചു. അവർ സ്വതന്ത്രരായിട്ട് പിന്നെ അവർ സ്വതന്ത്രരായുള്ള ജീവിതം തുടങ്ങാൻ പോവുക. പക്ഷെ അവർക്ക് ആ ജീവിതം ജീവിക്കാൻ പറ്റുന്നില്ല, കാരണം അവർക്ക് പരിചയമില്ല. സ്വതന്ത്രരായുള്ളൊരു ജീവിതം എന്താണ് എന്ന് അവർക്കറിയില്ല. അങ്ങനെ അവർ പിന്നെ അവസാനം ചെയ്യുന്നത് എന്താണെന്നറിയാം? അവരുടെ പഴയ യജമാനൻ്റെ അടുത്തേക്ക് തിരിച്ചു പോവാണ്. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണ്ട, ഞങ്ങൾക്ക് അടിമത്തം മതി. കാരണം അതവർക്കൊരു ശീലമായി കഴിഞ്ഞിരുന്നു. ഇതാണ് അടിമത്തം. ഒരാൾക്ക് മനസ്സിലാവില്ല ഞാൻ അതിന് അടിമപ്പെട്ടിട്ടുണ്ട്, നിഷേധിക്കുകയാണ് ചെയ്യുക. എന്നെ അങ്ങനെ ഒന്നിനും കീഴടക്കാനൊന്നും കഴിയില്ല, ഞാനൊന്നിൻ്റെ അടിമയാവുന്നില്ല.
ഞാൻ അത്രയും ദുർബല മനസ്കനൊന്നുമല്ല എന്നാ പറയാ. ഓൾറെഡി ഇയാൾ ആ തടവിലേക്ക് സ്വയം കയറിപ്പോയിട്ടുള്ള മനുഷ്യനായിരിക്കും. അങ്ങനെ ഒരു തടവിലേക്ക് എത്തിയിട്ടുണ്ട് എന്നും പുറത്ത് ലോക്കായിട്ടുണ്ട് എന്നും തിരിച്ചറിയാനാകാത്ത വിധം അതിൽ കുടുങ്ങിപ്പോകുന്നതിൻ്റെ അവസ്ഥയാണത്. എന്താണ് പരിഹാരം? കുടുങ്ങിപ്പോയവരെ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അതിൽ കുടുംബത്തിനും സമൂഹത്തിനും പങ്കുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, ലൂയിസ് പീറ്റർ എന്ന പ്രതിഭാശാലിയായൊരു കവിയാണ്. അദ്ദേഹം പറയാണ്, 100 ദിവസമായിട്ട് ഞാനത് തൊട്ടിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ലാന്ന്. അത് ആവശ്യം വരണമെങ്കിൽ ഒരു ശൂന്യത വരണ്ടേ ജീവിതത്തിൽ? അദ്ദേഹത്തിന് ആ ശൂന്യതയില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ തണലിൽ ആനന്ദ ജീവിതം ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അതല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം ആലോചിക്കുന്നേയില്ല. അടിപൊളി ഒരു ലഹരി അദ്ദേഹം തിരിച്ചറിയാൻ തുടങ്ങുകയാണ്. ഒരാളതിലേക്ക് പോകാതിരിക്കുന്നതിലും പോയ മനുഷ്യരെ അതിൽ നിന്ന് മെല്ലെ തിരിച്ചു കൊണ്ടുവരുന്നതിലും ഏറ്റവും വലിയ പങ്കുള്ളത് ശരിക്ക് ആർക്കാണോ അവരാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയൊരു പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു സമൂഹത്തോടുള്ള വലിയ ഉത്തരവാദിത്ത നിർവഹണത്തിൻ്റെ ഏറ്റവും ഭംഗിയുള്ള കാഴ്ചയാണ് എന്ന് ഈ സമിതിയെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ പറയുന്നു. കാരണം നമ്മൾ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കൂലേ, നിങ്ങൾ കൊടുക്കൂലേ? എത്ര ആനന്ദത്തോടെ ഒരു മനുഷ്യൻ ചെയ്യുന്ന കാര്യമാണത്. നിങ്ങൾക്ക് മാത്രം കഴിയുന്നൊരു കാര്യമാണ്. അവിടെ ആണുങ്ങളെക്കാൾ മുകളിലാണ് നിങ്ങൾ. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? തുല്യരൊന്നുമില്ല. തുല്യതയ്ക്ക് വേണ്ടിയിട്ടൊന്നൊരു സമരവും വേണ്ട. നിങ്ങൾ അതിൻ്റെയൊക്കെ മുകളിലുള്ള ആൾക്കാരാണ്. ആണുങ്ങൾക്ക് എന്നും കോംപ്ലക്സ് ആണ്. അത് നിങ്ങൾക്കറിയോ? ഉള്ളിൽ ഗർഭപാത്രമില്ലാത്തതിൻ്റെ കോംപ്ലക്സ് അവന് കുട്ടിക്കാലം മുതലുണ്ട്. ഉള്ളിൽ ഗർഭപാത്രം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? പെണ്ണിനൊരുണ്ണിക്കിടാവിൻ മുഖശ്രീ കണ്ണിന് നൽകുന്ന കൗതൂഹലം പോൽ മണ്ണിനുമേലില്ല മറ്റൊന്നുമല്ലീ പൊടി പെണ്ണിനുമുണ്ടാ അടങ്ങാത്ത ദാഹം. പൊടി പെണ്ണിനുമുണ്ട് അടങ്ങാത്ത ദാഹം. കാരണം എന്താ? അവളുടെ ഉള്ളിൽ ഗർഭപാത്രമുണ്ട്. നിങ്ങളൊരു ആൺകുട്ടിക്കൊരു കളിപ്പാട്ടം കൊടുത്തു നോക്കൂ, കളിപ്പാട്ടം. ആ കളിപ്പാട്ടത്തെ അവൻ തോക്കാക്കിയിട്ട് മാറ്റും. എന്നാലൊരു പെൺകുട്ടിയുടെ കയ്യിലേക്ക് ഒരു തോക്ക് കൊടുത്തു നോക്കൂ, അവളതിനെ തോളിൽ കിടത്തിയിട്ട് ഉറക്കുന്നത് കാണാം. ഇതെന്തുകൊണ്ടാ? പെണ്ണിനൊരുണ്ണിക്കിടാവിൻ മുഖശ്രീ കണ്ണിന് നൽകുന്ന കൗതൂഹലം പോൽ മണ്ണിനുമേലില്ല മറ്റൊന്നുമല്ലീ പൊടി പെണ്ണിനുമുണ്ടാ അടങ്ങാത്ത ദാഹം. ഈ മുലപ്പാൽ കൊടുക്കുന്നത് പോലെ അത്രയും ഹൃദ്യമായി, അത്രയും ഉള്ളറിഞ്ഞ്, അത്രയും ശ്രദ്ധയോടെ മക്കൾക്ക് കൊടുക്കേണ്ടതാണെന്ത്? മൂല്യബോധം. മുലപ്പാൽ ചൊരിഞ്ഞു കൊടുക്കുന്നത് പോലെ മക്കൾക്ക് കൊടുക്കേണ്ടതാണ് മൂല്യബോധം. ഈ കുഞ്ഞിൻ്റെ ഒരു നിഷ്കളങ്കത ഉണ്ടല്ലോ, ആ നിഷ്കളങ്കത പതുക്കെ പതുക്കെ ഇങ്ങനെ ഇല്ലാതാക്കിയത് സത്യത്തിൽ ആരായിരുന്നു? അഡിക്ഷൻ എന്നതിലേക്ക് ശരിക്കും കുട്ടികളെ പലപ്പോഴും എത്തിക്കുന്നത് പോലും ആരാ? 2 വയസ്സുള്ളൊരു കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല. നമ്മളിത് വെച്ചു കൊടുക്കല്ലേ അവന്? കാർട്ടൂൺ ആവട്ടെ, എന്താവട്ടെ. മാറ്ററോ തീമോ അല്ല ഇവിടെ വിഷയം. ചിലപ്പോൾ നല്ലതായിരിക്കും വെച്ചു കൊടുക്കുന്നത്. നമ്മൾ മൊബൈലിൽ അവന് കാണിച്ചു കൊടുക്കുകയാണ്. അവന് സന്തോഷമായി ഭക്ഷണമൊക്കെ കഴിക്കും. 2ാമത്തെ ദിവസം അവന് കാണിച്ചു കൊടുക്കും. 3ാമത്തെ ദിവസം അവന് കാണിച്ചു കൊടുക്കും. 4ാമത്തെ ദിവസം അവൻ്റെ മുന്നിലേക്ക് ഭക്ഷണം എത്തി, പപ്പടം എത്തി, കറി എത്തി, എല്ലാം എത്തി. പക്ഷേ ഈ സാധനം വന്നിട്ടില്ല. അവനതിനെ കാത്തിരിക്കാൻ തുടങ്ങും. അവന് മനസ്സിലായി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇത് മുന്നിലുണ്ടാവണം. ഇത് കണ്ടുകൊണ്ടുള്ള ഒരു കഴിക്കലാണ് ഇവന് ശീലമായത്. അതുണ്ടാക്കിയത് ആരാ? അവനാണോ? ഒരു ചെറിയ കുട്ടിയും കടയിൽ പോയിട്ട് മൊബൈൽ വാങ്ങിയിട്ടില്ലല്ലോ. വാങ്ങിയിട്ടുണ്ടോ? എന്നിട്ടാണ് അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണേ. മുലപ്പാൽ കൊടുക്കുന്നത് പോലെ നമ്മൾ ചൊരിഞ്ഞു കൊടുക്കേണ്ട ഒന്നാണ് ശരിക്കും മൂല്യബോധം എന്ന് പറയുന്നത്. അതിനാണ് സമൂഹത്തിൽ ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ മുതൽ? നമ്മൾ മതസൗഹാർദ്ദത്തെക്കുറിച്ച് പോലും പ്രസംഗിക്കുന്നത് എവിടെയാ? പള്ളിയിൽ പ്രസംഗിക്കും, അമ്പലത്തിൽ പ്രസംഗിക്കും, ചർച്ചിൽ പ്രസംഗിക്കും, തെരുവിലും പ്രസംഗിക്കും. അത് ശരിക്കും നടക്കേണ്ട സ്ഥലത്ത് നടക്കുന്നില്ല. അതെവിടെയാ? അത് ബെഞ്ചിലാ, സ്കൂളിലെ ബെഞ്ചിലാണ്. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. കേട്ടിട്ടില്ലേ? ആരുടേതാ?
ഈ നാട് കണ്ട ഏറ്റവും വലിയ മനുഷ്യരിൽ ഒരാളുടേതാ, ശ്രീനാരായണ ഗുരുവിൻ്റേതാ. ശ്രീനാരായണ ഗുരു ഇത് പാടിയത് നമ്മുടെ സ്കൂളിലെ ബെഞ്ചിലേക്ക് ചൂണ്ടിയിട്ടായിരുന്നു. എന്താ പാടിയത്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഇന്നോ നമ്മുടെ മോന് 4ാം ക്ലാസ് വരെ ഒരു സ്കൂളിലിരുന്ന് അവൻ്റെ സമുദായത്തിൽപ്പെട്ട ആളുകളെയാണ് 99% കാണുന്നത്. നോമ്പ് നോൽക്കുന്ന, അല്ലെങ്കിൽ എന്താണ് പെരുന്നാൾ ആഘോഷിക്കുന്ന, അല്ലേ, വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്ന ഈ ആളുകളെ മാത്രമാണ് 4ാം ക്ലാസ് വരെ അവൻ്റെ ക്ലാസ്സിൽ അവൻ കണ്ടിരുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടേ ഇല്ല. പക്ഷേ ഞാനൊരു കവിത വായിച്ചു, ഞാനത് അവൾക്ക് കാണിച്ചു കൊടുത്തു. അന്ന് ഞങ്ങൾ രണ്ടാളും തീരുമാനിച്ചു അത് വേണ്ട, അങ്ങനെയുള്ള സ്കൂള് വേണ്ട. ആ കവിത ഇങ്ങനെയായിരുന്നു: എൻ്റെ മകൻ വിവേകാനന്ദ വിദ്യാഭവനിൽ, നിൻ്റെ മകനും മകളും സെൻറ് തോമ ഇംഗ്ലീഷ് മീഡിയത്തിൽ, അവൻ്റെ മകളും മകനും ഇസ്ലാമിക് പബ്ലിക് സ്കൂളിൽ. ഒരേ ബെഞ്ചിലിരുന്ന് ഒരു പാഠപുസ്തകം പങ്കിട്ട് ഒരേ വിശപ്പ് വായിച്ച് നമ്മൾ പഠിക്കാതെ പഠിച്ച ആ പഴയ സ്കൂള് ഇപ്പോഴുമുണ്ട്. പണ്ടത്തെ നമ്മുടെ അച്ഛനമ്മമാരെ പോലെ പരമദരിദ്രരായ ചിലരുടെ മക്കൾ അവിടെ പഠിക്കുന്നുണ്ട്. ഒരിക്കൽ വാളും കുരിശും തൃശൂലവും ഏന്തി നമ്മുടെ മക്കൾ പോരിനിറങ്ങുമ്പോൾ നടുക്ക് വീണ് തടുക്കുവാൻ അവരെങ്കിലും മിടുക്കരാവട്ടെ. അന്ന് തീരുമാനിച്ചു അവന് GUP സ്കൂളിൽ പഠിച്ചാൽ മതിയെന്ന്. അവന് GUP സ്കൂളിലേക്ക് മാറ്റി. ഇപ്പോഴേ ചില സമയത്ത് ഓട്ടോറിക്ഷയൊക്കെ മിസ്സായാൽ ഇവനെയും കൊണ്ട് നമ്മൾ കാറിൽ പോകുമല്ലോ സ്കൂളിലേക്ക് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഇവന് സ്കൂളിൻ്റെ ഏകദേശം അടുത്തെത്തുമ്പോൾ പറയും, അബ്ബാ കാറ് സ്കൂളിൻ്റെ അകത്തേക്ക് കയറ്റാൻ പാടില്ല എന്നാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചത് എന്താണെന്നറിയോ, അതിൻ്റെ അകത്തേക്ക് കയറ്റാൻ പാടില്ല എന്നാണ്. അങ്ങനെ നിയമമുണ്ടെന്നാണ് വിചാരിച്ചത്. ഒരു ദിവസം ഞാൻ അവനോട് ചോദിച്ചേടാ, മാഷന്മാരെ വണ്ടിയൊക്കെ ഉണ്ടല്ലോ അതിനകത്ത്, കുറേ കാറൊക്കെ കാണുന്നുണ്ടല്ലോ, പിന്നെന്താ നമ്മുടെ കാറ് കയറ്റിയല്ലേ? അപ്പോൾ അവൻ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്. എന്നോട് പറഞ്ഞു, അബ്ബാ ഒരു കാറ് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത കുട്ടികൾ എൻ്റെ ക്ലാസ്സിലുണ്ട്. ഇതവന് പഴയ സ്കൂളിലായിരുന്നെങ്കിൽ പറയൂല. അവന് മനസ്സിലായി വിശപ്പുള്ള മനുഷ്യന്മാർ ഈ ലോകത്തുണ്ട്. അവന് മനസ്സിലായി വീടില്ലാത്ത കുട്ടികൾ ഈ സമൂഹത്തിലുണ്ട്. അവന് മനസ്സിലായി കാറില്ലാത്ത കുട്ടികൾ ഈ സമൂഹത്തിലുണ്ട്. ഒരു ബൈക്ക് പോലും ഇല്ലാത്ത മനുഷ്യന്മാർ ഈ സമൂഹത്തിലുണ്ട് എന്ന് എൻ്റെ മോന് മനസ്സിലായത് ആ പഴയ സ്കൂളിൽ പഠിച്ചുകൊണ്ടല്ല, പുതിയ സ്കൂളിലേക്ക് അവനെത്തിയത് കൊണ്ടാണ്. അല്ലേ? ഞാൻ എൻ്റെ ജീവിതത്തിൽ പട്ടിണി കിടന്നിട്ടില്ല, പട്ടിണി കിടക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. പക്ഷേ പട്ടിണി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണെന്നറിയോ? എൻ്റെ കൂടെ ക്ലാസ്സിലുണ്ടായിരുന്ന ശിവൻ എന്നൊരു കുട്ടിയുടെ മുഖമാണ്. പട്ടിണി എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിലേക്ക് അവനാ വരിക. ഞാൻ പട്ടിണി കിടന്നിട്ടില്ല, പക്ഷെ പട്ടിണി കിടന്നവനെ ഞാൻ കണ്ടിരുന്നു. വീടില്ലാത്ത മനുഷ്യർ, കൂട്ടില്ലാത്ത മനുഷ്യർ, വാഹനമില്ലാത്ത മനുഷ്യർ. എന്താണ് മൂല്യബോധം എന്ന് പറയുന്നത്? ഇത് ഓൾറെഡി ഉള്ള ആൾക്കാരാണ് നമ്മളെ കുട്ടികൾ. നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന വേണ്ട, നമ്മളത് ഇല്ലാതാക്കാതിരുന്നാൽ മതി. അതുകൊണ്ടാണ് റൂമി പറഞ്ഞത്, നിങ്ങൾ ദയവ് ചെയ്ത് കുട്ടികളെ നിങ്ങളെപ്പോലെ ആക്കരുത്, പറ്റുമെങ്കിൽ നിങ്ങൾ അവരെ പോലെ ആവണം എന്ന് പറഞ്ഞത്. ഒരു ദിവസം മോനെയും കൊണ്ട് സ്കൂളിലേക്ക് പോവാ വണ്ടിയിൽ. ആ സമയത്ത് എതിരെ ഒരു ടിപ്പർ ലോറി വന്ന്, ആ ടിപ്പർ ലോറിക്ക് നമ്മൾ സൈഡ് കൊടുക്കുന്ന സമയത്ത് ടിപ്പർ ലോറിയുടെ പിറകിലൊരു ബൈക്ക് ഉണ്ടായിരുന്നു. ആ ബൈക്ക് വന്ന് നമ്മുടെ കാറിനെ ഇടിച്ച് ആ ബൈക്കിലുള്ള 2 ആളുകളും റോട്ടിലേക്ക് മറിഞ്ഞു വീണ്. ഒരമ്മയും മോനുമായിരുന്നു. ആ അമ്മ ചെന്ന് വീണത് ആ ടിപ്പർ ലോറിയുടെ ടയറിൻ്റെ തൊട്ടടുത്താണ്. ഒന്നും പറ്റിയില്ല, പക്ഷെ തല നല്ലോണം പൊട്ടി ചോരയൊക്കെ വന്നിരുന്നു റോട്ടിൽ ചെന്ന് ഇടിച്ചിട്ട്. അങ്ങനെ അവർ ആശുപത്രിയിലേക്കൊക്കെ കൊണ്ടുപോയി. എൻ്റെ മനസ്സിൽ മുഴുവനും നമ്മുടെ വണ്ടിയുടെ മുൻഭാഗമാണ്. ഏകദേശം അത് തീർന്നിട്ടുണ്ട്, ആകെ തകർന്നു പോയിട്ടുണ്ട്. അങ്ങനെ അവനെ സ്കൂളിലേക്ക് പോകുന്നതൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് വർക്ക്ഷോപ്പിലേക്ക് പോവാണ്. അങ്ങനെ പോകാൻ ഒരുങ്ങി ഞങ്ങളിങ്ങനെ യാത്ര തുടങ്ങിയ സമയത്ത് പിറകിലെ സീറ്റിൽ നിന്നൊരു കരച്ചിലിങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ നോക്കുന്ന സമയത്ത് ഇവൻ്റെ ചുണ്ട് പൊട്ടിയിട്ടുണ്ട് വന്നിടിച്ചിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇവന് നല്ല വേദനയുണ്ട്. ഞാൻ ചോദിച്ചു, മോനെ വേദനയുണ്ടോ, നമുക്ക് എന്തെങ്കിലും വാങ്ങിയിട്ട് പുരട്ടാം. അപ്പോൾ ഇവൻ കരയാ, ആശുപത്രിക്ക് പോകണോ?
വേണ്ട അബ്ബാ, പിന്നെ എന്തിനാ നീ കരയുന്നേ? അവൻ എന്നോട് പറഞ്ഞു എന്താണെന്നറിയോ? അബ്ബാ, ആ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ? കാറിൻ്റെ മുൻഭാഗം പൊട്ടിയതിൻ്റെ പേരിൽ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ മുന്നിൽ ആരുമല്ലാത്തൊരമ്മയുടെ നെറ്റി പൊട്ടിയതിൻ്റെ പേരിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ കുട്ടി ശരിക്കും വലിയ മനുഷ്യനായിട്ട് തീർന്നു. തുർക്കിയിലെ വലിയൊരു എഴുത്തുകാരനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് തന്നെ അങ്കിൾ ഇദ്രീസ് എന്നാണ്. കുട്ടികൾക്ക് വേണ്ടി മാത്രം എഴുതുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു, അത് മലയാളത്തിലേക്ക് വരുന്നുണ്ട്. ഭയങ്കര മനോഹരമായൊരു പുസ്തകമാണ് കേട്ടോ. ലവ് സ്റ്റോറി എ ഡിഫറെൻറ്റ് കൈൻഡ് എന്നാണ്. ലവ് സ്റ്റോറി ഡിഫറെൻറ്റ് കൈൻഡ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള സ്നേഹത്തിൻ്റെ കഥകളാണ് നിറച്ചു. അതിലൊരു കഥ ഇങ്ങനെയാണ്. ഇറാഖിൽ യുദ്ധം നടക്കുന്ന സമയത്ത് അവിടെയുള്ളൊരു അഭയാർത്ഥി ക്യാമ്പിലൊരു കുട്ടിക്ക് അടിയന്തരമായിട്ട് രക്തം ആവശ്യം വന്നു. അപ്പോൾ രക്തം കൊടുക്കാൻ വേണ്ടിയിട്ട് മുതിർന്ന ആരും അങ്ങനെ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ അവിടെ ഇല്ല ആരും. അവസാനം രക്തം കൊടുക്കാൻ വേണ്ടി വരുന്നത് അധികം പ്രായമൊന്നും ആയിട്ടില്ലാത്തൊരു കുട്ടി തന്നെയാണ്. അവൻ രക്തം കൊടുക്കാനൊക്കെ തയ്യാറാണ്. പക്ഷേ അവന് രക്തം കൊടുക്കുന്നതിന് മുമ്പ് അവൻ്റെ ഉമ്മയെ ഒന്ന് കാണണം, അത് നിർബന്ധമാണ്. അപ്പോൾ ആളുകൾ അവനോട് പറയുന്നുണ്ട്, ഉമ്മ വേറെ ഏതോ ഒരു ക്യാമ്പിലുള്ളത്, ഇപ്പം തന്നെ കാണണം മോനെ, പെട്ടെന്ന് കൊടുത്തൂടെ എന്നൊക്കെ ചോദിക്കുമ്പോഴും ഇവൻ പറയാണ് എനിക്കെൻ്റെ ഉമ്മയെ കാണണം. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവനതിൻ്റെ കാരണം പറഞ്ഞതാണ് അത്ഭുതം. അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ രക്തം അവന് കൊടുത്തല്ലേ, എൻ്റെ ചോര ഞാൻ അവന് കൊടുത്തല്ലേ, ഞാൻ മരിച്ചു പോകില്ലേ? മരിക്കുന്നതിന് മുമ്പ് എനിക്കെൻ്റെ ഉമ്മയെ ഒന്ന് കാണണം. മരിക്കുന്ന ഉറപ്പായിട്ടാണ് അവൻ വന്നിരിക്കണേ. ഈ കുട്ടിയല്ലേ ശരിക്കും വലിയ മനുഷ്യൻ? ഇവനെ ഇതല്ലാത്ത ഒരാളാക്കി മാറ്റുന്നത്, ചോര കൊടുക്കുന്ന മനുഷ്യനെ ചോര പൊടിക്കുന്ന മനുഷ്യനാക്കി മാറ്റിയത് ആരാണ്? നമുക്ക് വേണ്ടത് ചോര പൊടിക്കുന്ന മനുഷ്യന്മാരെയല്ല, ചോര കൊടുക്കുന്ന മനുഷ്യന്മാരെയാണ്. വാല്യൂസ് ഉണ്ടല്ലോ, ഈ മൂല്യബോധം എന്ന് പറയുന്നത് അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എപ്പോഴും ആലോചിക്കാറുള്ളൊരു കാര്യമാണ്, ഇസ്ലാമിൽ നിസ്കരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. വിട്ടുവീഴ്ചയില്ല. ഒരാൾ എങ്ങനെയെങ്കിലും നിസ്കരിച്ചേ പറ്റൂ. ഇരുന്നിട്ടോ കിടന്നിട്ടോ എങ്ങനെയാണോ പറ്റുക അങ്ങനെ. അതിനൊക്കെ റിഡക്ഷൻ ഉണ്ട്. നിന്ന് നിസ്കരിക്കാൻ പറ്റാത്ത ഒരാൾ ഇരുന്ന് നിസ്കരിച്ചാൽ മതി, അതിന് പറ്റാത്ത ഒരാൾ കിടന്ന് നിസ്കരിച്ചാൽ മതി, അതിന് പോലും പറ്റാത്ത ഒരാൾ മനസ്സുകൊണ്ട് നിസ്കരിച്ചാലും മതി. ബസ്സിലൊക്കെ ആണെങ്കിൽ അങ്ങനെ യാത്രയിൽ നിസ്കരിച്ചാലൊക്കെ മതി. അതിനൊക്കെ റിഡക്ഷനുണ്ട്, ഇളവുണ്ട്. നോമ്പിനുണ്ട് ഇളവ്, അതിനൊക്കെ ഇളവുണ്ട്. നോമ്പിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഇളവാണ് പറഞ്ഞ്. യാത്രക്കാരനാ എന്നാ വേണ്ട, രോഗിയാ പിന്നെ മതി, അങ്ങനെയാണ് തുടങ്ങുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇസ്ലാമിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമായിരിക്കുന്ന നിസ്കാരത്തിന് ഇളവുണ്ട്, എന്നാൽ കള്ളം പറയുന്നതിന് ഇളവില്ല, ഒരാളെ പറ്റിക്കുന്നതിന് ഇളവില്ല, ഒരാളെ പരിഹസിക്കുന്നതിന് ഇളവില്ല. ഉണ്ടോ? മരിക്കാൻ കിടക്കുന്ന ഒരാൾക്കും അവിടെ കിടന്നിട്ട് നിസ്കരിച്ചാൽ മതി, ഇളവുണ്ട്. എന്നാൽ അയാൾക്ക് ഒരാളെ പരിഹസിക്കാൻ പറ്റില്ല, ആൾ കുറ്റവാളിയായി തീരും. അപ്പം എന്താണ് മതം? എന്താണ്? വാല്യൂസ്. ആ വാല്യൂസിലേക്കാണ്, അതിൻ്റെ പ്രചാരണമാണ്, മനുഷ്യപ്പറ്റിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ കുട്ടികളിൽ നടക്കേണ്ടത്. ഞാൻ എൻ്റെ സംസാരം തുടങ്ങിയപ്പോൾ പറഞ്ഞ എൻ്റെ സുഹൃത്തില്ലേ കുറ്റിപ്പുറത്തുള്ള, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരു കോളേജ് കുട്ടി ഒരു ദിവസം ഇവൻ വന്ന് പറയുന്നത്, ഇവൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടിക്ക് വീടില്ല, അവനൊരു വീട് കെട്ടിക്കൊടുക്കും നിങ്ങൾ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ പതുക്കെ പതുക്കെ അതിനുള്ള ഫണ്ടൊക്കെ സ്വരൂപിച്ച് അവന് ചെറിയൊരു വീടൊക്കെ കെട്ടിക്കൊടുക്കുക. അങ്ങനെ നജീബ് ക ഈ വന്ന കുട്ടിയില്ലേ, ഇവനും തമ്മിൽ നല്ല സുഹൃത്തുക്കളായി. ഒരു ദിവസം നജീബ് ക ഇവൻ്റെ വീട് കാണാൻ പോയി. അവനെ വീടില്ലായിരുന്നു. പക്ഷെ അവൻ്റെ വീടിനെ കുറിച്ച് അവൻ എവിടെയും പറഞ്ഞില്ല. അവൻ്റെ ചങ്ങാതിയുടെ വീടിനെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ കുട്ടികളാണിത്. നമ്മളെക്കാൾ എത്രയോ നന്മയുള്ള കുട്ടികളാണ്, നമ്മളെക്കാൾ എത്രയോ സാധ്യതകളുള്ള കുട്ടികളാണ്. ഈ ലോകത്ത് നമ്മൾ ചെയ്തതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി അപ്പുറം ചെയ്യാൻ കഴിയുന്ന കപ്പാസിറ്റിയുള്ള കുട്ടികളാണ്. ആ കുട്ടികൾ നിമിഷരസങ്ങളിലേക്ക് പോയി അവരുടെ ജീവിതത്തെ തന്നെ തുലച്ചു കളയുന്ന അവസ്ഥ വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് തീർച്ചയായും പേടിപ്പിക്കേണ്ട കാര്യം തന്നെയാണ്. സാധാരണ മനുഷ്യന്മാരൊക്കെ ഈ പ്ലഷറാണ് തേടിക്കൊണ്ടിരിക്കുക. അതാണ് വിഷയം. എന്താവട്ടെ,
പ്ലഷർ. എന്താ പ്ലഷർ എന്ന് പറഞ്ഞാൽ രസം എന്നാ ശരിക്കും അതിന് പറയണ്ടത്, സന്തോഷമൊന്നുമില്ലല്ലോ. സന്തോഷം എന്നുള്ളതിന് ഹാപ്പിനെസ് എന്നാ പറയാം. പ്ലഷർ എന്താണ്? രസമാണത്, രസം. ഒരു മഹാനടനുണ്ട്, ജീവിച്ചിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പേര് വില്യം സ്മിത്ത് എന്നാണ്. എന്താണ്, പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് പോലെയുള്ള വലിയ സിനിമകളിൽ അഭിനയിച്ച മഹാനടൻ തന്നെ പറയണം, അത്രയും വലിയ നടനാണ് അദ്ദേഹം. ഹാപ്പിനെസ്സിനെ കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്. ഈ അടുത്ത് അദ്ദേഹത്തിന് ഓസ്കാർ കിട്ടി, നിങ്ങൾക്ക് അറിയായിരിക്കും. ഓസ്കാർ കിട്ടിയ സമയത്ത് അദ്ദേഹം ഭാര്യയായിട്ടാണ് വന്നത്. ഭാര്യയുടെ മുട്ടയടിച്ചിരുന്ന്, മുടിയില്ലായിരുന്നു, എന്തോ അസുഖമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഈ വേദി കൈകാര്യം ചെയ്യുന്ന ഒരാളുണ്ട്, ഒരു കൊമേഡിയനാണ്. ഇയാൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ കളിയാക്കി, പരിഹസിച്ച്. ആ സമയത്ത് വില്യം സ്മിത്ത് എന്താ ചെയ്തതെന്നറിയാം? ഓസ്കാർ അവാർഡൊക്കെ അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ അതിനോടൊക്കെ പുച്ഛം വന്ന് ആ വേദിയിലേക്ക് കയറിയിട്ട് ആ പറഞ്ഞവൻ്റെ കരണത്തടിച്ചു. ഞാനാണെങ്കിലും അടിക്കും. അതിനേക്കാളും വലിയ ഓസ്കാറാണ് ഇവിടെ ഇരിക്കുന്നത്. ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടമാണ് ആ പെൺകുട്ടി. അവളെയാണ് ലോകത്തിൻ്റെ മുന്നിൽ അയാൾ പരിഹസിച്ചത്. കയറി ചെന്ന് അടിച്ച ആളുടെ പേരാണ്, അതോടുകൂടി എൻ്റെ ഹീറോ ആയി മാറിയ ആളുടെ പേരാണ് വില്യം സ്മിത്ത്. ആ വില്യം സ്മിത്ത് പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്: ഹാപ്പിനെസ് ഈസ് പീസ്, നോട്ട് പ്ലഷർ. നമ്മളെപ്പോഴും കാണുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒട്ടിച്ചു വെക്കേണ്ട വാക്ക എന്താണ്? ഹാപ്പിനെസ് ഈസ് പീസ്, നോട്ട് പ്ലഷർ. സന്തോഷം എന്ന് പറഞ്ഞാൽ നിമിഷരസങ്ങളല്ലടാ, അത് മനസ്സമാധാനമാണ്. അങ്ങാടിയിൽ നിന്ന് കിട്ടുന്ന പൊതിയല്ല അത്. അങ്ങാടിയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന കുപ്പിയുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചതിൻ്റെ പേരല്ല. അതൊരു നിമിഷം കൊണ്ട് തുടങ്ങുകയും കൃത്യമായൊരു നിമിഷത്തിൽ അവസാനിക്കുകയും ചെയ്യുന്ന രസമാണ്. ശരിക്കുള്ള ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്താണ്? പീസ്, മനസ്സമാധാനം. നമ്മുടെ മനസ്സമാധാനം തകർക്കുന്ന ഒന്നിലേക്കും ചെന്ന് കയറിക്കൊടുക്കാതിരിക്കുന്നതിൻ്റെ പേരാണ് നമ്മുടെ ജീവിതത്തിന് നമ്മൾ കൊടുക്കുന്ന വാല്യൂ. ഈ ചാറ്റിങ്ങൊക്കെ കണ്ടില്ല നിങ്ങൾ? നമ്മുടെ വീടിൻ്റെ അപ്പുറത്തുള്ള ഒരാൾ, ഒരു നല്ല മനുഷ്യൻ, അയാൾ നേരിട്ട് കണ്ടാൽ പറയാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ചാറ്റിങ്ങിൽ പറഞ്ഞു എന്ന് വരും. അതെന്തുകൊണ്ടാണെന്നറിയാം? മനുഷ്യൻ കണ്ണിൽ നോക്കി പറയാൻ മടിക്കുന്നത് കണ്ണിൽ നോക്കാതെ പറയും. കാരണം ആ സമയം മനുഷ്യൻ ആലോചിക്കുന്നത് ഒരൊറ്റ കാര്യമുള്ളൂ, എന്താണ്? പ്ലഷർ. ഇതെല്ലാ സ്ഥലത്തും കൊണ്ടുവെക്കാവുന്നൊരു വാക്കാണ്. എന്താണ്? ഹാപ്പിനെസ് ഈസ് പീസ്, നോട്ട് പ്ലഷർ. ഹബീബായ നബി തിരുമേനി പറഞ്ഞ ഒരു സംഭവം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. നബി പറഞ്ഞിട്ടുണ്ട് എന്താണ്? മദ്യത്തെക്കുറിച്ച്. മദ്യം ഒരു തിന്മയാണ് എന്നല്ല പറഞ്ഞ, അല്ലേ? പിന്നെന്താ പറഞ്ഞ? തിന്മകളുടെ അമ്മയാണ് എന്നാ പറഞ്ഞ. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞ? അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞ? നബി തന്നെ വേറൊരു കഥ പറഞ്ഞിട്ടുണ്ട്. ആ കഥ കേൾക്കുമ്പോൾ ഈ പറഞ്ഞത് എന്താണെന്ന് ശരിക്കും മനസ്സിലാവും. എന്താണെന്നറിയാം? ബനു ഇസ്രയേലിൽപ്പെട്ട എന്തൊരാളുടെ ഒരു കഥയാണ്. നല്ലൊരു മനുഷ്യനാണ്. അയാളുടെ വിശ്വാസത്തിനെതിരായ 4 കാര്യങ്ങൾ അയാൾ ചെയ്യണം, അല്ലെങ്കിൽ അയാളെ കൊന്നുകളയും. ഒരു രാജാവ് അയാൾക്ക് കൊടുക്കുന്ന ഓപ്ഷനാണ്: 1 വിഗ്രഹാരാധന, അയാളെ സംബന്ധിച്ചത് തെറ്റാണ്. 2 വിഹിതമല്ലാത്തൊരു ശരീരബന്ധം, അതും അയാളെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ തെറ്റാണ്. 3 എന്താണ്? 3 ഒരാളെ കൊന്നുകളയണം, അതും അയാളെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ പാതകം. 4-മത്തേത് എന്താ? മദ്യം കുടിക്കണം. ഇയാളിത് 4 ഇങ്ങനെ ആലോചിച്ചപ്പോഴേ താരതമ്യേന അതിലേറ്റവും നിസാരമായി തോന്നുന്നത് എന്താണ്? 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 മദ്യം കുടിക്കുന്നല്ലേ? അല്ലേ? അയാൾ മദ്യം കുടിച്ച്. പക്ഷെ പിന്നെന്തുണ്ടായതെന്നറിയോ? അയാൾ ബാക്കി 3 കാര്യങ്ങളും കൂളായിട്ട് ചെയ്തു. കാരണം അയാളല്ലാതായി മാറി. ഇനി നബി പറഞ്ഞ വാക്കൊന്നുകൂടെ വായിച്ചു നോക്കൂ. മദ്യം ഒരു തിന്മയല്ല, കുറേ തിന്മകളെ പെറ്റുപെരുക്കുന്ന മാതാവാണ് എന്നാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞത് ഇത്രയുമാണ്. മുലപ്പാൽ ചുരത്തി കൊടുക്കുന്നത് പോലെ കുടുംബവും സമൂഹവും നമ്മുടെ മക്കൾക്ക്, നമ്മളെക്കാൾ എത്രയോ നല്ല മക്കൾക്ക് മൂല്യബോധം ചുരത്തി കൊടുക്കണം. 2 കൂട്ടിച്ചേർക്കാനുള്ളതാണ്, നമ്മുടെ കുടുംബവും നമ്മുടെ യുവാക്കളും നമ്മുടെ ഗ്രാമങ്ങൾക്ക് കാവലിരിക്കണം. അവരിന്ന് ചെയ്യേണ്ടത് അതാണ്.
നമ്മുടെ ഗ്രാമങ്ങളിലേക്ക്, നമ്മുടെ കുഞ്ഞു കുഞ്ഞു വീടിൻ്റെ പുരകളിലേക്ക്, നമ്മുടെ കുട്ടികളുടെ പോക്കറ്റിലേക്ക് ചില പൊതികൾ ആരൊക്കെയോ സൂത്രത്തിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അത് ഓരോ നാടുകളിലേക്കും വരാതെ കാവലിരിക്കേണ്ട ജോലി യഥാർത്ഥത്തിൽ ആ നാട്ടിലെ യുവാക്കൾക്കുണ്ട്. അതാണ് ഈ കാലഘട്ടത്തിൽ അവർ നിർവഹിക്കേണ്ട ജോലി. ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈ ക്യാമ്പയിന്